ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ്. ഹൗ ടു ക്രിയേറ്റ് ഡ്രീം ലൈഫ്, ലീവ് യുവർ ബെസ്റ്റ് ലൈഫ്, പീസ്ഫുൾ ആൻഡ് പോസിറ്റീവ് ലൈഫ്. നാം നമ്മുടെ സ്നേഹിക്കുന്നത് വഴിയാണ് നമ്മുടെ സ്വപ്ന ജീവിതം സാധ്യമാകുന്നത്. ജീവിതത്തിൽ ഡ്രീം ലൈഫ് സ്വന്തമാക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെല്ലാം മനുഷ്യരാണ്. മനുഷ്യർക്ക് പലതരത്തിലുള്ള വിചാരങ്ങളുണ്ടാകാം. ദേഷ്യം, വാശി, വെറുപ്പ്, അസൂയ ഇങ്ങനെയുള്ള ചിന്തകൾ നാം മനസ്സിൽ കൊണ്ടു നടക്കാതെ അത് ഉപേക്ഷിക്കുക. നാം ചീഞ്ഞു നാറുന്ന കുറച്ച് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ ഒരു കിറ്റിലിട്ട് കൊണ്ട് നടക്കുന്നത് പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൂട്ടിയാൽ സംഭവിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച മുറിവുകളെയൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്നുണ്ടാവാം. നാം ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുകയില്ല. നാം നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരോട് ക്ഷമിക്കാൻ പഠിക്കാം. അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കാം. നമ്മെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നമ്മുടെ പുഞ്ചിരിയും കണ്ണീരിനും പിന്നിലെ കാരണം അവരല്ല എന്ന് കാണിക്കലാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നാം സക്സസ്ഫുൾ ആണെന്ന് പറയാം. നാം എപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ചിരിക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരവസരങ്ങളും നാം പാഴാക്കാതിരിക്കുക. എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക. കുട്ടികളോടും എല്ലാം നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ട് ഇടപഴകുക. സമൂഹത്തോടും ഏത് മനുഷ്യനെ കാണുന്ന സമയത്തും നമ്മൾ പുഞ്ചിരിയിൽ പെരുമാറുക. നാം എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കുക. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് എന്നും നന്ദി പറയുക. നാം നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ഇന്നത്തെ സന്തോഷമാണ് നഷ്ടപ്പെടുന്നത്. ഇന്നിൽ ജീവിക്കുക. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടും നാം ഇരിക്കുന്നതിന് പകരം നമ്മൾ ഇന്നിൽ ജീവിക്കുക. ഇന്ന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. യാത്ര പോവുക, മെഡിറ്റേഷൻ ചെയ്യുക. നമുക്കിഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എപ്പോഴും ജീവിതത്തിൽ ബിസി ആയിട്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും ചിന്തകളും ഒന്നും വരികയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾസ് ഉണ്ടായിരിക്കുക. അത് അച്ചീവ് ചെയ്യാനുള്ള ഇതിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ഒന്നും ഉണ്ടാകില്ല. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാം. നമുക്ക് ആ ഒരു ഗോൾ നേടണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ മാറ്റിവെച്ച് വിഷമങ്ങളെയും മാറ്റി നിർത്തി ഇന്നിൽ ജീവിക്കുക. അതാണ് സന്തോഷമുള്ള ലൈഫിന് വേണ്ടി നാം ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനലൊന്ന് കണ്ടിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.